തനി നാടൻ ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റംബൂട്ടാൻ കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും ജോപ്പൻസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. റംബൂട്ടാൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 15ഓളം റംബൂട്ടാനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞ് കുരു കളയാതെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് മൺചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് 2ആയിട്ട് കീറിയതും 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക്കും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ആവശ്യത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണം ഒക്കെ ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഒന്ന് ഇട്ട് കൊടുത്ത് മസാലകളുമായിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഈ കറിക്ക് ആവശ്യമായ അരപ്പിനായിട്ട് അരമുറി ചിരകിയ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തുറന്നു നോക്കാം. റംബൂട്ടാനൊക്കെ ഇവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കറി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കറി ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. തനി നാടൻ രുചിയിലുള്ള ഈ റംബൂട്ടാൻ കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കമന്റിലൂടെ സെൻഡ് ചെയ്യുക. ഞാൻ റിൻസി ജോബിഷ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.